ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ പിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് ഇന്നേ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് ഓർമ്മയായിരിക്കുന്ന എല്ലാ കുഞ്ഞി പൈതങ്ങളോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ, അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ ഓർത്ത് നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഇനി ഞാൻ ഈശോയുടെ കൂടെ യുദ്ധം ചെയ്യണം, ഈശോയുടെ കൂടെ പ്രവർത്തിക്കണം, ഈശോയുടെ കൂടെ സഹിക്കണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈശോയുടെ കൂടെ ജീവിക്കണം, മരിക്കണം. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 217 സന്ദേശം. പ്രിയമുള്ളവരെ, ഇമ്മാനുവേലായിട്ട് ഈശോ കടന്നു വരുമ്പോൾ അവൻ്റെ കൂടെ ആയിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിന് നൽകുവാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ മറുപടി, ജീവിതം കൊണ്ട് നൽകുവാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ മറുപടി എന്ന് ഇന്നലെ നമ്മൾ കണ്ടു. അങ്ങനെയെങ്കിൽ നമ്മളെപ്പോഴും തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്ന പോലെ സമരസഭയിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിശുദ്ധരുടെ വിജയസഭയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ സഹനസഭയും നമുക്കൊപ്പമുണ്ട്. എന്നിരുന്നാലും നമ്മൾ കടന്നു പോകുന്നത് സമരസഭയിലൂടെയാണ്. ഈശോ തൻ്റെ ജീവിതകാലത്ത് നേരിട്ട 3 പ്രലോഭനങ്ങൾ അതിൻ്റെ 30ഓ 3000ഓ മടങ്ങ് പല രീതിയിൽ നമ്മുടെ മാനുഷികതയെ ചോദ്യം ചെയ്തുകൊണ്ട്, നമ്മുടെ ബലഹീനതകളെ ചൂഷണം ചെയ്തുകൊണ്ട്, നമ്മുടെ മുറിവുകളെ കൂടുതൽ പ്രലോഭനത്തിലാഴ്ത്തിക്കൊണ്ട്, നമ്മുടെ ബലഹീനതകളെ കൂടുതൽ തീവ്രമാക്കിക്കൊണ്ട് നമുക്ക് ചുറ്റും തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. അലറുന്ന സിംഹത്തിനെ പോലെ പിശാചി പതിയിരിക്കുന്ന, നമ്മളുടെ ജീവിതം മുഴുവനും നശിപ്പിക്കുന്നതിന് വേണ്ടി കെണികൾ കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്തിൽ സമരം ചെയ്ത് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളോട് ഈശോ പറയുന്നുണ്ട്, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല, അനാഥയായി വിടുകയില്ല. എന്നേക്കും നിങ്ങളുടെ കൂടെയായിരിക്കാൻ പിതാവ് എന്നിലൂടെ ചൊരിഞ്ഞ കാരുണ്യം പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരും. അങ്ങനെയെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ആയിരിക്കുന്ന ഒരു വ്യക്തി ദൈവവചനം ജീവിക്കുന്ന വ്യക്തിയാണ്. ദൈവവചനം ജീവിക്കുന്ന വ്യക്തി ഈശോയുടെ വിലയാൽ വില നേടിയ വ്യക്തിയാണ്. അല്ലെങ്കിൽ ഈശോയുടെ വിലയെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന, കൂടുതൽ ഉയർത്തി കാണിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തി എപ്പോഴും പിതാവിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്. ഇന്നത്തെ ഈ സന്ദേശത്തിൽ നമ്മൾ കാണുന്നു അത് തന്നെയാണ്. ഞാൻ ഈശോയുടെ കൂടെ യുദ്ധം ചെയ്യണം. ഏത് സാഹചര്യങ്ങളിലും നമ്മൾ അനാഥരല്ല, ഈശോയുണ്ട്. ഈശോയുടെ കൂടെ ആയിരിക്കുക, ഈശോയുടെ കൂടെ പ്രവർത്തിക്കണം, സഹിക്കണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈശോയുടെ കൂടെ ജീവിക്കണം, ഈശോയുടെ കൂടെ മരിക്കണം. എന്നാൽ നമ്മൾ ഈശോയുടെ കൂടെ ഉയർപ്പിക്കപ്പെടും. ആ പ്രത്യാശയിൽ നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നീ ഇമ്മാനുവേലാണ്, നിനക്ക് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് മറുപടി തരട്ടെ. ഏത് പ്രലോഭനങ്ങളും പ്രതിസന്ധികളിലും എൻ്റെ തീരുമാനങ്ങളോ താല്പര്യങ്ങളോ അല്ല, നിൻ്റെ തിരുഹിതം നിറവേറട്ടെ. ഞാൻ കുറയുകയും നീ എന്നിൽ ജീവിക്കുകയും ചെയ്യുക. ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.